നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു? ഞാൻ റിഹേഴ്സൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേട്ടാ, നമ്മുടെ സൂപ്പർ ലേഡി ഷോ ഇല്ലേ, അത് ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡ് താണ്ട യൂട്യൂബിൽ ഒന്ന് കാണിച്ചേ. കമന്റ്സ് ഉണ്ടോ നോക്കി? കമന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ചേച്ചി സൂപ്പർ ആയിരുന്നു, ചേച്ചിയുടെ പെർഫോമൻസ് നന്നായിരുന്നു, ചേച്ചി വൈകാതെ തന്നെ സിനിമയിൽ കയറും, വയ്യാതാവണതിന് മുമ്പെങ്കിലും ഒന്ന് കയറിയാ മതിയായിരുന്നു. ചേച്ചി കിടു, ചേച്ചി മാസു. മഞ്ജു വാര്യർക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെർഫോമൻസ് കാണുന്നത്. ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ, അണ്ണനൊന്നും ഇല്ലേ? ആ കൂടെ ചെയ്യുന്ന ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത സർവേ കല്ലിനെ ഇതിനും ഭേദം ആർട്ടിലെ ഡമ്മി എടുത്ത് വച്ചിരുന്നെങ്കിൽ അത് കയ്യും കാലുമെങ്കിലും ഇട്ടാനൊക്കെയാണ്. അവന്റെ പേരും വിലാസം എനിക്ക് ഇപ്പൊ കിട്ടണം. 17,000 പേരാണ് കമന്റ്സ് ഇട്ടേക്കണം. ഇത് ഏതാണ്ട് ഫേക്ക് അക്കൗണ്ടാണ്. ഫേക്ക് അക്കൗണ്ടാ? എന്നാ പിന്നെ ഇതിന്റെ പുറകെ ആരാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛനായിരിക്കും. അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത രീതിയിലല്ലോ അങ്ങനെ യൂട്യൂബിൽ കമന്റ് ഒക്കെ ഇടുന്നേ. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങളെ പോലെ അല്ല എന്റെ അച്ഛൻ. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛൻ നല്ല കലാബോധവും അറിവും ഒക്കെ ഉള്ള മനുഷ്യനാണ്. എത്രയായാലും 1000 പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലേ? ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ഫാമിലി റൗണ്ടിൽ ഒരു കച്ചേരിയുടെ സ്കിറ്റ് കളിച്ചു. ഇത്രയും വിവരമുള്ള ഹെഡ് മാസ്റ്റർ വീണ എടുത്ത് തലതിരിച്ചു പിടിച്ച് ഗത പിടിച്ച കണക്ക്. അത് നമുക്ക് പോട്ടെ നോക്കാം. വായിച്ചല്ലോ, എണ്ണ തേച്ച തൂണെ കയറുന്ന പോലെ എന്നിട്ട് കാണിക്കാ വീണ. ഈ പറയുന്ന കേട്ടാ തോന്നും പുള്ളിയുടെ അച്ഛൻ ഭയങ്കര കേമനാന്ന്. എന്താണ് എന്റെ അച്ഛന് കുഴപ്പം? നീ കൊണ്ടില്ല ഇറക്കുന്നത് ചോദിച്ചോക്ക്. കരാട്ടക്കാരൻ ഉണ്ണി ആരെന്ന് പറഞ്ഞു തരും. എടി 50 പേര് ഒറ്റക്കിരുന്ന് അടിച്ചവൻ അറിയാവോ നിനക്ക്? ഒന്നില്ലേലും 150 കിലോ ഉള്ള ഗർഭാർ സിംഗിനെ നിലത്തടിച്ചാടി എന്റെ അച്ഛൻ. എന്നിട്ട് പുള്ളി ഇപ്പൊ എവിടെ ഉണ്ട്? രാത്രി മുള്ളാൻ ഇറങ്ങിയപ്പോ ഇരുട്ടത്ത് വാഴയില അനങ്ങുന്ന കൊണ്ട് പേടിച്ച് ഇപ്പൊ ആശുപത്രിയിൽ ICU. എന്തൊക്കെയായാലും എന്താ, എന്റെ സോളോ ഡാൻസ് നമ്മൾ പിടിച്ചില്ലേ? എന്റെ സോളോ ഡാൻസ് ഉണ്ട്. ബിജുക്കുട്ടൻ ചേട്ടന്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ 35 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഇന്നവരെ കാണാത്തൊരു ഐറ്റമായിരുന്നു ഇവളുടെ കുഷ്ഠരോഗി. നിങ്ങൾ ചുമ്മാ കിടന്ന് എന്നെ കുറ്റപ്പെടുത്താതെ വന്ന് റിഹേഴ്സൽ ചെയ്യാലോ? ഹലോ, ഹലോ അണ്ണാച്ചി. അണ്ണാച്ചിയാ? അത് പിന്നെ അണ്ണനും ചേച്ചിയും കൂടെ ഒരുമിച്ച് കണ്ടപ്പം അണ്ണാച്ചിന്ന് വന്നു പോയി. എടി ഏതാടി കൂറ്റി തെങ്ങ്? അയ്യോ, ഇതിനറിഞ്ഞൂടെ? ഇതാണ് നമ്മുടെ മേക്കപ്പ് മൈക്കിൾ. മൈക്കിളാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരണത്. നമസ്കാരം. ചേച്ചി, ഇന്നലത്തെ പരിപാടി ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഫാമിലി ആയിട്ട് ഇരുന്നാണ് കണ്ടത്. ചാനൽ പോലും മാറ്റിയില്ല. അപ്പൊ കുടുംബക്കാർക്കൊക്കെ ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇൻട്രോ ആയതും എന്റെ 3 വയസ്സുള്ള മോൻ ടിവിയിലെ റിമോട്ടർ ഞങ്ങൾ പൊട്ടിച്ച് അങ്ങനെ 11 മണിക്ക് കിടക്കേണ്ട ഞങ്ങള് 9 മണിക്ക് ആഹാരം പോലും കഴിക്കാതെ കിടന്നെ നിങ്ങൾ പരിപാടി കണ്ടിട്ട്. ചേച്ചി, ഇന്നലത്തെ ആ പ്ലേയിങ് കണ്ടൊക്കെ ഭയങ്കര ബോറായിരുന്നു. പുതിയ സാധനങ്ങൾ കൊണ്ടുപോവാ. അതിന് നമുക്ക് ആ കഴിവൊന്നും ഇല്ലടാ, പുതിയ കണ്ടന്റ് ഒക്കെ എഴുതാനായിട്ട്. അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഏതാണാവോ മുല്ല? ഞാൻ ചേച്ചി ശവനാറിപ്പൂ പറയുന്നൊന്നും കേക്കണ്ട. അല്ല, ഈ സാറ് പറയുന്നൊന്നും കേക്കണ്ട. ചേച്ചി ഇപ്രാവശ്യത്തെ കണ്ടന്റ് എന്തോ പിടിച്ചേക്കുന്നത്? ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ. നിങ്ങളുടെ വീട്ടുകാരിയല്ല ഞാൻ ചോദിച്ചത്. കണ്ടന്റ് എന്തുവാ? അയ്യോ, ഇതാണ് കണ്ടന്റ്. ഈ കണ്ടന്റ് ആയിരുന്നു. കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ ജീവ തന്നതാ. അപ്പൊ ആ നിലവാരം പ്രതീക്ഷിച്ചാ മതിയെന്ന്. പിന്നെ കഴിഞ്ഞ തവണ എത്രയാണ് അടിച്ചത്? അല്ല, കഴിഞ്ഞ പ്രൈസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ പോകാൻ 1000 രൂപ തന്നായിരുന്നു. എന്തോ ഇവിടെ കിടന്ന് ഇത്രയും കുന്തളിപ്പ് കാണിച്ചല്ലോ, വണ്ടിക്കൂലിക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞു. എടാ, ഞങ്ങൾ ആരോട് കണ്ടന്റ് ചോദിക്കാനാ? ഞങ്ങൾക്ക് ഈ പുതിയ കണ്ടന്റ് ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. കണ്ടന്റ് ഞാൻ തരാം. നീ കണ്ടന്റ് ഒക്കെ എഴുതോ? പിന്നെ കണ്ടന്റ് ഇല്ലാത്തവർക്ക് കണ്ടന്റ് കൊടുക്കുന്നത് ആരാ? ഗ്രൂമസിന് കണ്ടന്റ് കൊടുക്കുന്നത് ഈ ഞാനാ. പിന്നെ അല്ലായോ, അങ്ങനെ എത്ര പേര്. ഉദാഹരണത്തിന് നമ്മൾ ഐറ്റം വേറെ സെൽവരാജ് എത്ര നേരം ഈ കസേരയിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയാവോ? നിന്റെ കൈ അങ്ങനെ കണ്ണിക്കൊണ്ട് കാണും. അതല്ലെന്ന് കണ്ടന്റ് ഇല്ലാത്ത അന്നേരം കണ്ടന്റ് എടുത്തത് ഞാനാ. അതുപോലെ എത്ര പേര്. പിന്നെ നമ്മളെ വളംചൊറിയില്ലേ? അല്ല, മനോജ് വളംചുഴി. മനോജ് വളംചുഴി തല കുനിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞു. വേറെ പണിയൊന്നും അറിയത്തില്ല, പിള്ളേരെ നോക്കണമെന്ന്. അന്നേരം കണ്ടന്റ് എടുത്തത് നീ ആയിരിക്കും. പിന്നെ അല്ലേ? നീ ഇവിടെ ഉള്ളതുകൊണ്ടാണോ ഇല്ല കഥ ഈ പുഷൻ എഴുതാതെ പുള്ളെന്ന് മാത്രം എഴുതിയേക്കുന്നേ? എന്താ അത്രയ്ക്ക് തള്ളാ നീ? മനുഷ്യ, നിങ്ങൾക്ക് കഴിവില്ലെന്നും പറഞ്ഞ് കഴിവുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ പഠിക്കണം. എന്തുപടിന്ന് പറഞ്ഞേ? എനിക്ക് കഴിവില്ലെന്നോ?
പോലീസ് സ്റ്റേഷനെ കിടുകിടാ ഉറപ്പിക്കുന്ന എനിക്ക് കഴിവില്ലെന്നല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ സസ്പെൻഷനിലല്ലേ? ചേച്ചി സസ്പെൻഷനായ ജോലി ചെയ്ത് തളർന്ന് ഗ്ലൂക്കോസ് അയച്ചോണ്ടിരുന്ന ബംഗാളി മയക്കമരുന്ന് ഉപയോഗിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് ഇടിച്ചു. അല്ലെ, ഏതൊരു പോലീസുകാരനൊരു അബദ്ധം പറ്റും. 7 വർഷത്തെ സർവീസിൽ 17 പ്രാവശ്യം അബദ്ധം പറ്റി സസ്പെൻഷനായ പോലീസുകാരനാണ് നിൽക്കുന്നത്. അല്ലാതെ പോലീസുകാർക്ക് ഇവിടെ ഒരു വിലയില്ലല്ലോ. അതൊക്കെ അങ്ങ് വിട്ടേരെ. കണ്ടന്റൊക്കെ ഞാൻ തരാം. നമുക്കൊരു ഫ്രഷ് കണ്ടന്റ് പിടിക്കണം. കപ്പ് ചേച്ചിക്ക് ഞാൻ മേടിച്ചു തരും. തരുമോ? പിന്നെ എങ്കിൽ പിന്നെ ഞാൻ ഒരു കണ്ടന്റ് പറയട്ടെ. എന്തോന്നാണ്? നമുക്കൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പിടിച്ചാലാ? ഇതുവരെ ആരും കളിച്ചിട്ടില്ലാത്ത കണ്ടന്റ്. മുറ്റത്തെ മുല്ലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ആയാലും. ഇപ്പോഴും റേഡിയോയിലാണല്ലേ പരിപാടി കേൾക്കുന്നത്? അല്ലാതെ ഈ മാട്ടസാന ഈ വായിന്ന് വരത്തില്ലല്ലോ. പിന്നെ കണ്ടന്റ് ഞാൻ തരാം കേട്ടോ. കപ്പും നമുക്കടിയാം. അപ്പൊ നമ്മൾക്ക് പറ്റിയൊരു കണ്ടന്റ് വേണമല്ലോ സിനിമ സ്കൂഫിന്റെ. നമുക്ക് നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് സിനിമ എടുക്കാം. അയ്യോ, അതെടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് പ്രിയദർശൻ എടുത്തില്ല ആ സിനിമ. യോറ്റുകളെ കൊണ്ട് ഞാൻ തോറ്റിയാണ്. അതാണോ പറഞ്ഞേ? ആ സിനിമയുടെ സ്പൂഫ് കളിക്കാന്ന്. കോമഡി സ്പൂഫ്. ഓ അങ്ങനെ. ചേച്ചി ചേച്ചിയാണ് ശോഭന. ഓ ശരി. ചേച്ചി ഡാൻസ് ഒക്കെ കളിക്കാൻ അതൊക്കെ നമ്മള് തകർത്ത് തന്നിരിക്കും. പിന്നെ ചേട്ടൻ പറയണ്ട മോനെ, എനിക്ക് ആരാന്ന് മനസ്സിലായി. നീ പറയണ്ട മോനെ. ലാലേട്ടനല്ലേ? ഷാർജക്കടയിൽ കുപ്പി കഴുകുന്ന ബ്രഷ് കണക്കൊരു ഫിഗറും ലാലേട്ടനല്ലേ? എന്റെ പൊന്നു കേട്ടാ ചേട്ടനാണ് അപ്പക്കാള. ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആരാ? അയ്യോ, ഈ ചെറുക്കൻ ഇതൊന്നും അറിഞ്ഞൂടാ. ചുമ്മാ അല്ലടി നമ്മള് കാര്യം പറയുമ്പോ ഇവൻ നിന്ന് പതുങ്ങുന്നത്. എടാ, ലാലേട്ടൻ എന്ന് വെച്ചാ ഒരു സിനിമ നടൻ. പിന്നെ നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാ ഞാൻ പോണു. മൈക്കിളെ നീ പോവല്ലേടാ, ഒന്ന് വന്ന് പറഞ്ഞു കൊടുത്താ നീ ചെയ്തോളും. ലാലേട്ടന്റെ മാൻഡ്രസം കാണിക്കും. ഇന്റർവ്യൂവിൽ വരുന്ന നടത്തം വേണോ അല്ലാതെ കേട്ടറായിട്ട് വരുന്ന നടത്തം വേണോ? മര്യാദയ്ക്കൊന്ന് ഇവിടം വരെ വന്നാ മതി. ഓക്കെ, കണ്ണാടി. താങ്ക് യു. എന്താ മോനെ നിന്റെ പ്രശ്നം? താനാണല്ലേ പ്രശ്നം. ചേച്ചി ഇത് പറ്റത്തില്ല. ഡാൻസ് ഒക്കെ ഉള്ളതാണ്. ഇത് ശരിയാവത്തില്ല. ഡാൻസ് ഉണ്ടാ? എടാ, ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്ന് കത്തും. ഞാൻ തന്നെ കത്തിക്കും. എന്തുവാടാ? അല്ല, ചേച്ചിയെ എടുത്തു പൊക്കാൻ പറ്റുമോ ചേട്ടന്? അപ്പൊ എന്നെ ഇപ്പോഴേ കിടത്താനുള്ള പ്ലാനല്ലേ? ചേട്ടൻ ഡാൻസ് ഒക്കെ കളിക്കൂ? കളിക്കുവാനാ? എടാ, ഞാൻ പണ്ടത്തെ ഡാൻസർ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന സാധനമല്ലേ? എന്നാ പിന്നെ ഡാൻസ് ഒന്ന് കളിച്ച് കാണിച്ച്. ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന സാധനമാണ്. 1 2 1 2 1 2 1 2 ഡാൻസ് കളിക്ക്. 1 2 1 2 1 2 1 2. ഞാൻ കോൺക്രീറ്റ് കളിയാ. എന്നാ പണി? അല്ല, പോലീസായിരുന്നു. പോലീസാണോ? അതെ, ഡാൻസ് ഒന്ന് കളിച്ച് കാണിക്കാൻ. 1 2 1 2 1 2 1 2 ഡാൻസ് ഡാൻസ് ഡാൻസ്. 1 2 1 2 1 2 1 2. തല തല്ലി ചാവാനല്ല പറഞ്ഞ ഡാൻസ് കാണിക്കാൻ. ഈ ചില്ലെ കൂടെ പോകാൻ അറിയാമോ? കില്ലി കൂടെ പോകാനാണെന്ന് തോന്നുന്നു. പല്ലിയ അത് പറഞ്ഞിട്ട് അവനെന്തിനാടി ചെന്ന് തേങ്ങാ പതിക്കുന്നേ? തേങ്ങാ പൊതിച്ചല്ല, നിങ്ങൾ പറഞ്ഞ എന്റെ ദേഷ്യം തീർക്കണേണ്. അത്രയ്ക്കുണ്ടായിരുന്ന സാധനം. അതാന്നോ ഞാൻ പറഞ്ഞേ. ചില്ലി കൂടെ പോവാന്ന് പറഞ്ഞ കണ്ടോ? ഇതുപോലെ ചെയ്യാൻ അറിയാമോ? ഇങ്ങനെ ചെയ്യാൻ അറിയാമോ എന്നാണ് ചോദിച്ചത്. മനസ്സിലായോ? എടാ, ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന സാധനം അല്ലേ? ചെയ്യാൻ വേണേ. 1 2 1 2 1 2 1 2 1 2 1. എവിടെ പോണേ? ആ പുല്ലങ്ങ് പോട്ട്. 1 2 1 2 1 2 1 2 1 2. ഓക്കേ. എന്റെ അമ്മോ, ഇതൊന്നും അല്ല. നമ്മൾ ഒരു തവണ കളിച്ച് കാണിച്ചാല. അത് കണ്ടാ പറ്റുമോ? എടാ, ഞാൻ ഒരു തവണ കണ്ടാ മതി. ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത്. ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന സാധനമല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കാം. ഡാൻസ് ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും കണി കാണാ കുന്നിൽ നിന്നും തിരുവോടി പാവം പടകാളി പെണ്ണെ നിന്നും മണ്ണിയിൽ ചാത്തിയിടാ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഇത് പറ്റുമോന്നാ ചോദിച്ചേ. മനസ്സിലായോ? എടാ, ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന സാധനമല്ലേ? കാണിച്ചത് പിന്നെ ഒന്ന് കാണിച്ചേ. 1 2 1 2 1 2. എവിടെ പോണടാ നീ? ചേച്ചിക്ക് ഞാൻ കലൂര് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിനെന്ന്? ചേച്ചിയെടുത്ത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? ചേച്ചിക്ക് കപ്പ് മേടിച്ചു തരാന്ന്. ഇങ്ങനെയും കൊണ്ടുപോയാ കപ്പ് ഒന്നും കിടത്തില്ല. വേണമെങ്കിൽ കലൂര് വരുന്ന മാച്ചോണ്ട് വരാം. എന്തോന്ന് കപ്പ്? 1 2 1 2 1 2. ഒറ്റയടിയാ 1 2 ഒരുമിച്ച് പോകട്ടെ.